Hi friends, good morning. I am Narendra Sevi, retired higher secondary school teacher. Welcome to my YouTube channel Law, Life and Layouts. Today I am here discussing about a topic on Vastu Shastram. House facing to the south. What are the precautions taken when house built to direct the south? This is a small topic. Friends, don't forget to subscribe, share and like my channel. Now let us discuss south faced house. House faces to the south. People frequently asking questions whether house facing to south direction are auspicious or not. People are frequently asking questions. തെക്ക് തെക്ക് ദിശയ്ക്ക് അഭിമുഖമായിട്ട് നിർമ്മിക്കുന്ന വീട് പിന്നെ നല്ലതാണോ? അപ്പോൾ വീട്ടിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് സുഖവും സമാധാനവും ഒക്കെ ലഭിക്കുക എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ഉണ്ടാവും. ഏതെങ്കിലും പ്രശ്നങ്ങൾ തെക്കോട്ട് ഡയറക്ഷൻ ആയാലും എന്തെങ്കിലും വീട്ടിന് പ്രശ്നമുണ്ടോ എന്നൊക്കെ ആണ് പലരും ചോദിക്കുന്നത്. അതിനൊരു ഉത്തരമാണ് ഇവിടെ കൊടുക്കുന്നത്. ഹൗസ് ക്യാൻ ബി മെയ്ഡ് ഫേസിംഗ് ടു ഓൾ ഡയറക്ഷൻസ്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, നോർത്ത്. They are auspicious. House can be made facing to all directions, east, south, west, north. They are auspicious. അപ്പോൾ വീടുകൾ എല്ലാ ഡയറക്ഷനിലും ശരിക്കുള്ള ദിക്കുകളിലേക്ക് ഏത് ദിക്കുകളിലേക്കും വെക്കാം. അതൊന്നും അഭംഗിയില്ല, ഇൻഓസ്പെഷ്യസ് അല്ല. എല്ലാ ഡയറക്ഷനിലും പക്ഷേ വിദിക്കുകളിലേക്ക് വിദിക്ക് ദിശയിലേക്ക് വെച്ചിട്ട് വീട് നിർമ്മിക്കുന്നത് ശരിയല്ല. അതായത് വീട് നിർമ്മിക്കുന്നത് കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് എന്നീ ദിശകൾക്ക് നേരെ അഭിമുഖമായിരിക്കണം. വിദിക്ക് ദിശകളിലേക്ക് പാടണം. ഇതിന് രണ്ടിനും ഇടയിലേക്കുള്ള ദിശയ്ക്ക് പാടില്ല. Important features are to be noted while making house facing to south. They are given below. പ്രധാനപ്പെട്ട കാര്യങ്ങൾ തെക്കോട്ട് വീട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ താഴെ കൊടുക്കുന്നു. ഫസ്റ്റ്, the ionic value of this house must be 1 or 7. Ionic value of the house must be 1 or 7. What is ionic value? Ionic value is the number which is getting by calculation perimeter of the house change to col. Then multiply by 3 and divide by 8. Remainder is ionic value. അപ്പോൾ യോണിക് വാല്യൂ ഒരു വീടിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടാണ്. യോണിക് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റളവ് കോലിൽ കണക്കാക്കുക. അതായത് 72 സെൻറ്റിമീറ്ററാണ് ഒരു കോൽ സാധാരണയായിട്ട് അംഗീകരിക്കുന്നത്. ആ ചുറ്റളവ് ഒരു കോലിലേക്ക് മാറ്റിയ ശേഷം ദെൻ മൾട്ടിപ്ലൈ ബൈ 3. ആ കോലിൻ്റെ കണക്കിന് 3 കൊണ്ട് ഗുണിച്ച് 8 കൊണ്ട് ഹരിക്കുക. അങ്ങനെ കിട്ടുന്ന ശിഷ്ടമാണ് യോണിക് വാല്യൂ. ആ യോണിക് വാല്യൂ എപ്പോഴും ഒന്നായിരിക്കണം. പിന്നെ നെക്സ്റ്റ്, the front door is not placed in the middle of the house. It must be just shifted to കന്നിമൂല. അപ്പോൾ തെക്കോട്ട് വീടുണ്ടാകുമ്പോൾ തെക്ക് വീട്ടിൻ്റെ മധ്യഭാഗത്തോട് വാതിൽ സാധാരണ വരിക. പക്ഷെ ആ വാതിൽ കൃത്യമായി മധ്യത്തിൽ വെക്കാതെ അത് കന്നിമൂലയ്ക്ക് കുറച്ച് നീക്കിയിട്ട് വെക്കണം. A door is to be placed in northern side of the house. ഇത് മാത്രമല്ല, വീട്ടിൻ്റെ വടക്ക് വശത്തേക്ക് ഒരു ഡോറും കൂടി ഉണ്ടായിരിക്കണം. The toilet or bathroom is not in ഈശാന കോൺ or other corners. അതായത് ടോയ്ലറ്റും ബാത്റൂമും
ഈശാന കോണിലേക്ക് ആകാൻ പാടില്ല, മാത്രമല്ല മറ്റ് കോണുകളിലേക്ക് ആകാൻ പാടില്ല. ദ കോമ്പൗണ്ട് വാൾ ഇൻ ദ സൗത്ത് സൈഡ് മസ്റ്റ് ബി ഹയർ ദാൻ ദി നോർത്തേൺ സൈഡ്. ദ കോമ്പൗണ്ട് വാൾ ഇൻ ദി സൗത്ത് സൈഡ് മസ്റ്റ് ബി ഹയർ ദാൻ ദി നോർത്തേൺ സൈഡ്. അതായത് തെക്ക് ഭാഗത്ത് ഉണ്ടാക്കുന്ന കോമ്പൗണ്ട് വാൾ, അതായത് വടക്ക് ഭാഗത്തുള്ള കോമ്പൗണ്ട് വാളിനെക്കാട്ട് കൂടുതൽ ഉയരത്തിലുള്ളതായിരിക്കണം, ഒരു 2 അടിയെങ്കിലും ഉയരത്തിലായിരിക്കണം. ദ മെയിൻ ഗേറ്റ് ഇൻ ദ സൗത്ത് സൈഡ് വാൾ ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ 2/9 or 8/9 പാർട്ട് ഓഫ് ദ ലെങ്ത് ഓഫ് ദി സദേൺ സൈഡ്. ഗേറ്റ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അല്ലേ, അതിൻ്റെ നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ 2/9 ആ വശത്തിലെ 2/9 or 8/9 ഈ പാർട്ടിലാണ് പാർട്ട് ഓഫ് ദ ലെങ്ത്താണ് സദേൺ തെക്ക് ഭാഗത്തുള്ള ആ ഭാഗത്തുള്ള ആയിരിക്കണം ഗേറ്റ് വെക്കേണ്ടത്. നേരെ മധ്യത്തിലേക്കാട്ട് കൂടുതൽ 2/9 or 8/9 ആയിട്ട്, അതായത് 9 തെക്കോട്ടുള്ള ഭാഗത്തിന് 9 നീളമായിട്ട് 9 ഭാഗമായിട്ട് മാറ്റിയ ശേഷം അതിൽ 2/9 8/9 ഭാഗത്ത് ആണ് ഗേറ്റ് വെക്കേണ്ടത്. While making it on the southern side, it should be constructed 2/9 or 8/9 അല്ലെങ്കിൽ 4/9 part of the length of the side. Gate must be directed towards the actual south. അത് വളരെ ശ്രദ്ധിക്കണം. ഗേറ്റ് മസ്റ്റ് ബി ഡയറക്റ്റഡ് ടുവേഴ്സ് ദി ആക്ച്വൽ സൗത്ത്. യഥാർത്ഥത്തിൽ തെക്കോട്ട് ദിശയിൽ തന്നെയായിരിക്കണം ഗേറ്റ് ഉണ്ടാകേണ്ടത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത്, സാപ്ലിങ്സ് ഓഫ് അർക്കനട്ട് will be planted near the border of the compound. The saplings of arecanut will be planted near the border of the compound. കോമ്പൗണ്ടിൻ്റെ ബോർഡറിൽ സാപ്ലിങ്സ് ഓഫ് അരക്കനട്ട്, അതായത് കവുങ്ങ് കവുങ്ങ് വെച്ച് പിടിപ്പിക്കുന്നത് കവുങ്ങ് തൈകൾ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. ആ തെക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ ഒക്കെ കവുങ്ങ് തൈകൾ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. ടിൻ ഹൗസ് are not to be constructed in south facing. ആ ടിൻ ഹൗസ് ഇരട്ട വീട്, ആ ഇരട്ട വീടുകളായിട്ട് ടിൻ ഹൗസ് ആർ നോട്ട് ടു ബി കൺസ്ട്രക്റ്റഡ് ഇൻ ദി സൗത്ത് ഫേസിങ്. ഇരട്ട വീടുകൾ ആയിട്ട് വരുന്ന വീടുകൾ ഒരിക്കലും തെക്കോട്ട് അഭിമുഖമായിട്ട് വെക്കാൻ പാടില്ല. അത്തരം വീടുകൾ വടക്കോട്ട് അഭിമുഖമായിട്ട് മാത്രമേ വെക്കാവൂ, തെക്കോട്ട് അഭിമുഖമായിട്ട് വെക്കാൻ പാടില്ല. ഇരട്ട വീടുകൾ, ഒരു വീടിന് ഒരു വശത്ത് വേറൊരു വീട് ആയിട്ട് ഉള്ള ടിൻ ഹൗസ്. പ്രൊജക്ഷൻ ടുവേഴ്സ് സൗത്ത് ഷുഡ് നോട്ട് ബി കൺസ്ട്രക്റ്റഡ്. അതുപോലെ വീടിൻ്റെ തെക്ക് ഭാഗത്തേക്കുള്ള വീട് പ്രൊജക്റ്റ് ചെയ്തിട്ട് പാടില്ല. പ്രൊജക്ഷൻ ടുവേഴ്സ് സൗത്ത് ഷുഡ് നോട്ട് ബി കൺസ്ട്രക്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ മറ്റ് അടുക്കളയുടെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അടുക്കളയൊക്കെ എവിടെ വേണോ അതൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അത് പ്രകാരം ചെയ്യാൻ വേണം. And for more details you should log my blog Guru Vastuvam blogspot.com. ഇത് താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ കോപ്പി ചെയ്ത് നിങ്ങൾ ഗൂഗിൾ പേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ സൈറ്റിൽ പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. താങ്ക് യു ഫോർ ഓൾ വൺസ് അഗെയിൻ.